ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് നിങ്ങളെ ആർദ്രവുമായിട്ട് ക്ഷണിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക ചിന്തയാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാ പ്രവചനം 41 അധ്യായം 14 വാക്യം. പുഴുവായ യാക്കോബേ, ഇസ്രയേൽ പരിഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളിച്ച്. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തരും. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിയാക്കുകയും കുന്നുകളെ പതിർ പോലെയാക്കുകയും ചെയ്യും. ഏറ്റവും ശക്തി കുറഞ്ഞ ജീവിയ പുഴു, എല്ലില്ലതിന്. പല്ലുണ്ടോന്നറിയില്ല, എഴഞ്ഞാണ് പോണത്. ചെറുതുണ്ട്, തീരെ ചെറുതുണ്ട്, ഇച്ചിരൂടെ വലുതുണ്ട്. കണ്ടപ്പച്ചിലയൊക്കെ തിന്നുന്ന ടൈപ്പും ഉണ്ട്, അല്ലാത്ത ടൈപ്പും ഉണ്ട്. പുഴുവിനെ കൊല്ലാൻ തോക്ക് വേണോ? ബോംബ് വേണോ? വേണ്ട. ചുമ്മാ ഒന്ന് ഞെക്കിയ ചത്തു. ഇത്രയുള്ളു പുഴു. കഴിഞ്ഞ ദിവസം കോളേജിൽ പഠിക്കുന്ന 4 പിള്ളേര് ഇങ്ങനെ ഈ പാറപ്പുറത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നല്ലതാണ് പോയിരിക്കാൻ. കാറ്റ് കിട്ടും, തമാശയൊക്കെ പറയാം, പിന്നെ കള്ളുകുടിക്കുന്നവരാണെ കുടിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു മിന്നൽ വന്നു. 6 പേരുണ്ടായിരുന്നു. 4 പേരും മരിച്ചുപോയി. മലയുടെ മുകളിലായതുകൊണ്ട് വേറെ ആരും അറിയുന്നില്ല. പക്ഷെ അതിനടുത്ത് വീടുള്ള ഒരു ചേട്ടൻ ടൗണിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു. ആ മലയിലോട്ട് 3-4 പിള്ളേർ പോയിട്ടുണ്ട്, എന്തോ ഒരു ഒച്ച കേട്ടെന്ന് പറഞ്ഞു. ചെല്ലുമ്പോൾ തെറിച്ചു പോയിരിക്കുകയാണ്. ഒരുത്തൻ അവിടെ തന്നെ ഇങ്ങനെ ചെരിഞ്ഞു കിടപ്പുണ്ട്. അവനെ ചെന്ന് തട്ടിയപ്പോൾ അവൻ എഴുന്നേറ്റു. മറ്റൊരുത്തൻ അപ്പുറമുണ്ട്, അവൻ എഴുന്നേറ്റു. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 6 പേരായിരുന്നു, ബാക്കിയുള്ളൊരു താഴ്ത്തി ചെതറി അവിടെയൊക്കെ കിടപ്പുണ്ട്. പുഴു എന്ന് വിളിച്ചതിൻ്റെ കാര്യം മനസ്സിലായോ? ഒരു പക്ഷെ ബിടെക് പഠിക്കുന്ന പിള്ളേരായിരിക്കും. മനുഷ്യനൊരു പുഴുവാണ്. എന്നാൽ ശ്രദ്ധിച്ചേ, ഞാൻ നിന്നെ സഹായിക്കും എന്ന് സർവശക്തൻ അരുളിച്ച്. പുഴുവിനെ ദൈവം സഹായിച്ചാൽ അവൻ മനുഷ്യനേക്കാൾ ശക്തനാവും. ഒരിക്കലൊരു പുഴുവിനെ ദൈവം സഹായിച്ചു. എന്നിട്ട് പറഞ്ഞു, യോനാ പ്രവാചകന്റെ തലയ്ക്ക് തണൽ കൊടുത്തിരിക്കുന്ന വൃക്ഷത്തിന്റെ ചോട്ടിൽ ചെന്ന് കുത്താൻ പറഞ്ഞു. പുഴു ചെന്ന് കുത്തി ഓടിപ്പോയി. യോനാ പ്രവാചകൻ ആ പുഴുവിനെ കൈ കിട്ടിയെങ്കിൽ അതിനെ ഒന്ന് അരച്ച് വെള്ളം ചേർത്ത് ഒഴുകിക്കളഞ്ഞനെ. യോനായ പ്രവാചകനെ, നിന്നേക്കാളൊക്കെ അവനിപ്പം ശക്തനാ. കാരണം അവനെ അയച്ചത് ദൈവമാണ്. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, നിങ്ങളെത്ര ബലഹീനനാണെങ്കിലും നിന്നെ സഹായിക്കാനൊരു ദൈവമുണ്ട്. അവൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. ആകയാൽ നീ ബലഹീനനാണെങ്കിലും നീ ശക്തനാണ്. God bless you.